ഡാറ്റാ ബാങ്ക് അഴിമതിയുടെ യാഥാർത്ഥ്യങ്ങൾ. തനിനാടൻ മലയാളി റിപ്പോർട്ടർമാരുടെ വിശകലനങ്ങളിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഡാറ്റാ ബാങ്ക് തിരുത്തുന്നതിന് യാതൊരു മാർഗവുമില്ലാതെ വലഞ്ഞ ജനത്തിന് 2017 ജനുവരി 16 ജഡ്ജ് AK ജയശങ്കർ നമ്പ്യാർ നടത്തിയ വിധിന്യായം ആശ്വാസമായി. വാഴക്കുളം പഞ്ചായത്തിലെ CK വിനീതിന്റെ അപേക്ഷയിലായിരുന്നു ആ സുപ്രധാന വിധി. ഹൈക്കോടതി സീനിയർ വക്കീൽ PB കൃഷ്ണനായിരുന്നു അയാൾക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്തത്. ആ ഹൈക്കോടതി വിധി പ്രകാരം വിനീതിന്റെ ഭൂമി 2 മാസത്തിനകം ഭൂമി തരം മാറ്റം വരുത്തി BTRൽ തിരുത്തി നൽകണം. തുടർന്ന് 2008 മുമ്പ് പരിവർത്തനം വരുത്തിയ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റം വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കർശന നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തുരുതുര വരികയുണ്ടായി. ഗത്യന്തരമില്ലാതെ 2018 ഡാറ്റാ ബാങ്ക് തിരുത്തുന്നതിന് സർക്കാർ അപേക്ഷാ ഫോം തയ്യാറാക്കി. അതാത് കൃഷിഭവനുകളിൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഈ പുതിയ സംവിധാനത്തോട് പുച്ഛത്തോടെയാണ് സമീപിച്ചത്. എന്നാൽ ചിലർ ഇതിനെ കനക അവസരമായി കണ്ടു. അത് ഓവർ ടൈം വർക്ക് ചെയ്തു. അർഹരേക്കാൾ കൂടുതൽ അനർഹരായിരുന്നു ഡാറ്റാ ബാങ്കിൽ തിരുത്തൽ വരുത്തിയത്. അവർ കേരളം മുഴുവൻ ഫ്ലെക്സുകൾ വെച്ചു. കുറെ പേർ വഞ്ചിക്കപ്പെട്ടു. ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടിയില്ല. താൽക്കാലികമായി നൽകിയ ഫോൺ നമ്പറുകളും ഓഫീസുകളും അപ്രത്യക്ഷമായി. ഉദ്യോഗസ്ഥ മേലാളന്മാർ അഴിമതി നടന്നിട്ടില്ലെന്ന് നടിച്ചു. മലയാളം ശരിക്ക് അറിയാത്ത പുതിയ RDOമാർക്ക് തെറ്റായ അനേകം ഫയലുകളിൽ ഒപ്പുവെക്കേണ്ടി വന്നു. അർഹരായവരുടെ അപേക്ഷകൾ കൃത്യമായി തീർപ്പാക്കി നടത്തിയാൽ തങ്ങൾക്ക് കാര്യമായി ഒന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ നല്ലൊരു വിഭാഗം ഉദ്യോഗസ്ഥർ ഡാറ്റാ ബാങ്ക് തരം മാറ്റം അപേക്ഷകൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു. അർഹരായവരുടെ അപേക്ഷകൾ യാതൊരു കാരണവും കൂടാതെ തള്ളി. ഇതോടെ കൂട്ടത്തോടെ ഹർജികൾ ഹൈക്കോടതിയിലേക്ക് എത്തിയതും ഏറെ വിമർശത്തിന് ഇടയാക്കി. അതേ തുടർന്ന് അപേക്ഷാ ഫോമുകളിൽ പുതിയ പല ചട്ടങ്ങളും നിയമാവലികളും ചേർത്തെങ്കിലും കൈമടക്ക് കൊടുത്തവരുടെ ഫയലുകൾ വേഗം തീർപ്പായി. നിരവധി അർഹതയില്ലാത്ത തണ്ണീർത്തട പ്രദേശങ്ങൾ ഭൂമാഫിയകൾ കോടികൾ ചെലവഴിച്ച് നികത്തിയെടുത്തു. രാഷ്ട്രീയത്തിൽ ഭരണ സ്വാധീനമുള്ള വ്യക്തികൾക്ക് ഡാറ്റാ ബാങ്ക് തരം മാറ്റം സുവർണാവസരമായി. പലരും ഭൂമിയുടെ ഫെയർ വാല്യൂവിന്റെ 10 മുതൽ 25% വരെ കമ്മീഷനായി വീതം വെച്ചു. അർഹരായവർ അപേക്ഷ നൽകി 3-4 വർഷം കാത്തിരിക്കുന്നു. അതേസമയം നോട്ട് കെട്ടിന്റെ കനമനുസരിച്ച് അപേക്ഷിച്ച് 90 ദിവസത്തിനുള്ളിൽ ഫോം 5-6 അപേക്ഷകൾ തീർപ്പാക്കി. ഭൂമി തരം മാറ്റിയ ഓർഡർ അപേക്ഷകന്റെ കയ്യിലെത്തുന്നു. ഈ അഴിമതിക്കെതിരെ ചെറുവിരൽ അനക്കാൻ സർക്കാരിനായില്ല. പരാതിക്കാർക്ക് തെളിവുകൾ നേരിട്ട് നൽകാനായില്ല. ഡാറ്റാ ബാങ്ക് തിരുത്താൻ കൈക്കൂലി എത്ര കോടി. തങ്ങൾക്ക് ഭൂമി തരം മാറ്റം വരുത്തേണ്ടതിനാൽ വല്ല പൊല്ലാപ്പിനു പോകേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതിനാൽ അഴിമതി പുറം ലോകം അറിഞ്ഞില്ല. 2008 തെറ്റായ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും യാതൊരു നടപടിയുണ്ടായില്ല. കേരളം പാഴാക്കിയത് 2 പതിറ്റാണ്ടുകൾ. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം. തനിനാടൻ മലയാളി ചാനൽ.